ആർടി വ്ലോഗ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നെയ്മീൻ കറിയാണ്, ഒരു സിമ്പിൾ നെയ്മീൻ കറി. അതെങ്ങനെ വെക്കുന്നതെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ചെറിയ മീനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത പീസസാണ്. ഇത് ഫ്രിഡ്ജിലിരുന്ന അത് ഐസാ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ഐസൊക്കെ മാറ്റിയെടുക്കുക, നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഒരു പാനിലേക്ക് ഒരു 2.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. പച്ചമണമൊക്കെ മാറി ഒന്ന് കരിഞ്ഞു പോകാതെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെക്കാം. തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടാൽ മതി. ഇതിപ്പോൾ ഒരു അരമുറി സവോളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മീനിൻ്റെ പുളിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ, കുടംപുളി ഇട്ടേക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മസാല തണുത്ത് കഴിഞ്ഞപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആ ഒരു കരിഞ്ഞ ഫ്ലേവർ വരത്തില്ല. നമ്മൾ ആ മസാല ചൂടാക്കി സെയിം പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയുടെ കൂടെ കുറച്ച് വറ്റൽമുളകും ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിരുന്ന ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കിയെടുക്കുക. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരുന്ന സവോള ചേർക്കുക. ഇതിപ്പോൾ ഒരു ചെറിയ സവോള അല്ലെങ്കിൽ വലിയതാണെങ്കിൽ ഹാഫ് എടുത്തിട്ട് ചെയ്താൽ മതി. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു സവോളയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതുപോലെ വഴണ്ട് കിട്ടും. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കിയെടുക്കാം. വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന കുടംപുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കണം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും മീൻ ഇടുന്നതിന് മുന്നേ ഗ്രേവിയുടെ ഉപ്പ് കറക്റ്റ് ചെയ്തിട്ടേ മീൻ ഇടാവൂ. അന്നേരം നമുക്ക് തിളച്ച് കഴിഞ്ഞാലും വെന്ത് കഴിയുന്നതിന് മുന്നേ ഉപ്പ് നോക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു സിമ്പിൾ വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഫ്രണ്ട്സ്, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആ വീഡിയോ കാണുന്നത്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.